STD7 ലിസൺ ചാപ്റ്റർ 7 അൽ മദ്രസത്ത അവസാനം ത എന്നാണ് പറഞ്ഞതല്ലേ. ഇതിന് നമ്മൾ എന്താണ് പറയുക, ഫതഹത്ത് എന്ന് പറയും അല്ലേ. പക്ഷെ നമുക്ക് ഇറാബ് പഠിക്കുമ്പോൾ ഇതിനെ നമുക്ക് നസ്ബ് എന്ന് പറയാം. അടുത്തത് അൽ മദ്രസത്തി, അവസാനം കസ്റത്താണ്, മദ്രസത്തി അല്ലേ. ഇതിനെ നമുക്ക് ജറ് എന്ന് പറയാം. അൽ മദ്രസത്തു റഫ്അത്താണ്, അതിന് നമുക്ക് ലമ്മത്താണ്, അതിന് നമുക്ക് റഫ് എന്ന് പറയും. അപ്പം ആദ്യം നസ്ബ് മദ്രസത്ത, രണ്ടാമത്തെ മദ്രസത്തി ജറ്, മൂന്നാമത്തെ അൽ മദ്രസത്തു അവിടെ റഫ്. ഇത് നമുക്ക് പഠിക്കണം. ഇതിന് ഇറാബ് എന്ന് പറയും. ഇതിൽ അൽ മദ്രസത്തു വാസിയത്തുൻ, മദ്രസ വിശാലമാണ്. ഇതിൽ തുടക്കത്തിൽ വരുന്ന അൽ മദ്രസത്തു കണ്ട നിങ്ങൾ, ഇതിന് റഫ് ആണ് ചെയ്തിട്ടുള്ളത്, ലമ്മത്താണ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താണ്, തുടക്കത്തിൽ വരുന്നതൊക്കെ മുബത്തതയായിരിക്കും. മുബത്തതയ്ക്ക് എപ്പോഴും റഫ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ അൽ ബുസ്താനു ജമീലുൻ, പൂന്തോട്ടം മനോഹരമാണ്. അൽ ബുസ്താനു തുടക്കത്തിൽ വന്നതാണല്ലോ, അതുകൊണ്ട് അത് മുബത്തതയാണ്, മുബത്തതയ്ക്ക് റഫ് ആണ്. അപ്പോൾ ബുസ്താനു എന്ന് നമ്മൾ ലമ്മത്ത് കൊണ്ട് വായിക്കണം. ബുസ്താന എന്ന് വായിക്കരുത്, ബുസ്താനി എന്നും വായിക്കരുത്. ഇനി ദഹബൽ മുദരിസു, അധ്യാപകൻ പോയി. ദഹബ ഫേലാണല്ലോ, മുദരിസ് അതിൻ്റെ ഫായിൽ അല്ലേ. പോവുക എന്ന പ്രവൃത്തി ചെയ്യുന്നതാരാ? മുദരിസ്, അധ്യാപകൻ. ആ അധ്യാപകനെ നമ്മൾ എന്ത് പറയുന്നു? ഫായിൽ എന്ന് പറയും. അപ്പോൾ ഫായിൽ എപ്പോഴും റഫായിരിക്കുമല്ലോ. അപ്പോൾ അൽ മുദരിസു എന്ന് തന്നെയാണ് പറയേണ്ടത്. മുദരിസ, മുദരിസി എന്നൊന്നും പറയരുത്. ഇനി കലമുൽ മുദരിസി, അധ്യാപകൻ്റെ പേന. നമ്മൾ മുലാഫും മുലാഫിലെയും പഠിച്ചല്ലോ. കലമു മുലാഫാണ്, അൽ മുദരിസി മുലാഫിനിലേക്കാണ്. മുലാഫിനിലേക്ക് എപ്പോഴും ജറായിരിക്കും എന്ന് പറഞ്ഞാൽ കസ്റത്തായിരിക്കും. അപ്പോൾ അൽ മുദരിസി എന്ന് തന്നെ പറയണം. കലമുൽ മുദരിസ എന്ന് പറയരുത്, കലമുൽ മുദരിസു എന്നും പറയരുത്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം പഠിച്ചു, ജറ് വരുന്ന സന്ദർഭം പഠിച്ചു. ഇനി നമുക്ക് നസ്ബ് എപ്പോഴാണ് വരുന്നത് നോക്കാം. സഅല ദാരിസുൻ, വിദ്യാർത്ഥി ചോദിച്ചു. അൽ മുദരിസ, അധ്യാപകനോട്. സഅല ഫേലാണ് അല്ലേ, നമുക്കറിയാം. ദാരിസുൻ ഫായിലാണ്. ആരാണ് ചോദിച്ചത്? ചോദിച്ച ആൾ ഫായിൽ അല്ലേ, ദാരിസുൻ. അതിന് റഫ് ആണ് നമ്മൾ പഠിച്ചു. അൽ മുദരിസ അത് മഫ്ഊലാണ്, മഫ്ഊലിന് എപ്പോഴും നസ്ബായിരിക്കും. അപ്പോൾ അൽ മുദരിസ നസ്ബായിട്ടാണ് പറയും. അപ്പോൾ റഫും നസ്ബും ജറും വരുന്ന സന്ദർഭങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി അൽ മുദരിസു എന്ന് പറഞ്ഞാൽ അധ്യാപകൻ അല്ലേ. ധാരാളം ആളുകളുണ്ടെങ്കിലോ അൽ മുദരിസൂന, അധ്യാപകർ അല്ലെങ്കിൽ ഉസ്താദുമാർ എന്ന് പറയാം നമുക്കല്ലേ. ഇനി പെണ്ണാണെങ്കിലോ, ടീച്ചറാണെങ്കിലോ അൽ മുദരിസത്തു എന്നാണ് പറയുക അല്ലേ. ഒരു താഴ് ചേർത്ത് കൊടുക്കും. അത് കുറേ ടീച്ചർമാരുണ്ടെങ്കിലോ അൽ മുദരിസാത്തു എന്നും നമ്മൾ പറയും. ഇതിൽ അൽ മുദരിസു എന്നുള്ളത് മുഫ്രദാണ്, അൽ മുദരിസൂന എന്നുള്ളത് ജം ആണല്ലേ. അൽ മുദരിസത്തു എന്നുള്ളത് മുഫ്രദാണ്, അൽ മുദരിസാത്തു എന്നുള്ളത് ജം ആണ്. അൽ മുദരിസു എന്നുള്ളത് മുഫ്രദ് എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? മുദക്കറാണല്ലേ, പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണല്ലോ അധ്യാപകൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് എന്ത് പറയാം? അൽ മുഫ്രദുൽ മുദക്കർ എന്ന് തന്നെ പറയാം അല്ലേ. അപ്പോൾ അൽ മുദരിസു എന്ന് പറഞ്ഞാൽ അൽ മുഫ്രദ്, മുഫ്രദാണ്. അൽ മുദക്കർ, മുദക്കറുമാണ്. ഇനി അൽ മുദരിസൂന എന്നുള്ളത് ജം ആണ് അല്ലേ. ജം എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? പുരുഷന്മാർക്ക് മാത്രമേ പറയുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ജം ഉൽ മുദക്കർ അസാലിം എന്ന് പറയാം. ജം ഉ മുദക്കർ സാലിം. ഇനി മുദരിസത്ത് എന്നുള്ളത് മുഫ്രദാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? പോരാ, മുഫ്രദ് മുഅന്നസും കൂടിയാണ് അല്ലേ. ഇനി മുദരിസുൻ ഇതെന്താണ്? മുഫ്രദ് മുദക്കറാണല്ലേ. മുദരിസൂന ജമ്മു മുദക്കർ സാലിമാണ്. അപ്പോൾ ഓരോന്നും മുഫ്രദും ജമ്മും നോക്കാം നമുക്ക്. മുദരിസ്, മുദരിസൂന. മുസ്ലിമുൻ, മുസ്ലിമൂന. സാജിദുൻ, സാജിദൂന അല്ലേ. മുദരിസ് അധ്യാപകൻ, മുസ്ലിം ഒരു മുസ്ലിം, മുസ്ലിമൂന മുസ്ലിമീങ്ങൾ. സാജിദുൻ സുജൂദ് ചെയ്യുന്നവൻ, സാജിദൂന സുജൂദ് ചെയ്യുന്നവർ, അങ്ങനെ അർത്ഥം വരും അല്ലേ. ഇതിൻ്റെ മുദരിസത്ത് എന്നുള്ളതോ മുഫ്രദ് മുഅന്നസാണ്. അപ്പോൾ മുദരിസാത്തുൻ എന്നുള്ളതോ ജമ്മു മുഅന്നസ് സാലിമാണ്. മുസ്ലിമത്തുൻ, മുസ്ലിമാത്തുൻ. സാജിദത്തുൻ, സാജിദാത്തുൻ.
സാജിദത്തുൻ സുജൂദ് ചെയ്യുന്ന പെണ്ണ്, സാജിദാത്തുൻ സുജൂദ് ചെയ്യുന്ന പെണ്ണുങ്ങൾ. ഇനി കാലൽ മുദരിസു എന്ന് പറഞ്ഞു അല്ലേ? കാലൽ മുദരിസു, മുദരിസ് പറഞ്ഞു അല്ലെങ്കിൽ അധ്യാപകൻ പറഞ്ഞു. മുദരിസ് ഫായിലാണല്ലോ അല്ലേ? അപ്പോൾ റഫ് ആണ് വേണ്ടത്. ഇനി നമുക്കവിടെ നമ്മുടെ മുദരിസൂന എന്ന് വെച്ചു കൊടുക്കുമ്പോൾ എന്താ മാറ്റം വരിക നോക്കാം നമുക്ക്. അതായത് ജംഉ മുദക്കർ സാലിമാണെങ്കിൽ എന്ത് വ്യത്യാസം വരും? കാലൽ മുദരിസൂന, അധ്യാപകർ പറഞ്ഞു. ഇവിടെ നിങ്ങൾ അവസാനം നോക്കിയേ, നാ എന്നല്ലേ ഉള്ളത്? മുദരിസൂന ഫായിലല്ലേ? ഫായിലിന് റഫ് അല്ലേ വേണ്ടത്? ഇവിടെ മുദരിസൂന എന്നുള്ള ജമ്മു മുദക്കർ സാലിമിനെ റഫ് ചെയ്യുന്നത് വാവ് കൊണ്ടാണ്. നിങ്ങളവിടെ മുദരിസൂന എന്നതിൽ നൂനിന് മുമ്പൊരു വാവ് കണ്ടോ? ആ വാവ് നമ്മൾ മുദരിസു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ലമ്മത്ത് കണ്ടില്ലേ? അവസാനം സീനിനൊരു ലമ്മത്ത് കണ്ടല്ലോ. ആ ലമ്മത്തിന് പകരമാണ് ഇവിടെ വാവ്. അപ്പം ഇവിടെ എങ്ങനെയാണ് ഇഅ്റാബ്? ജംഉ മുദക്കർ സാലിമിന് എങ്ങനെയാണ് റഫ്? വാവ് കൊണ്ടാണ്. അപ്പോൾ കാലൽ മുദരിസൂന എന്നാണ് പറയേണ്ടത്. ഇനി സഅല ദാരിസുൻ അൽ മുദരിസ, വിദ്യാർത്ഥി അധ്യാപകനോട് ചോദിച്ചു. മുദരിസ അധ്യാപകനോട് മഫ്ഊലാണ് അല്ലേ? ഇനി അവിടെ നമ്മളെ ജംഉ മുദക്കർ സാലിം വന്നാലോ എങ്ങനെ പറയും? സഅല ദാരിസുൻ അൽ മുദരിസീന എന്നാണ് പറയുക. എന്തുകൊണ്ട്? ജംഉ മുദക്കർ സാലിമിനെ നസ്ബ് ചെയ്യുന്നത് ഇവിടെ മഫ്ഊലാണ്, മഫ്ഊലിന് നസ്ബ് വേണം അല്ലേ? നസ്ബ് ചെയ്യുന്നത് യാ കൊണ്ടാണ്. നൂനിന് മുമ്പൊരു യാ കണ്ടല്ലോ. ഓക്കെ, നേരത്തെ വാവ് കൊണ്ട് റഫ് ചെയ്തു, ഇവിടെ യാ കൊണ്ട് നസ്ബ് ചെയ്യുന്നു. ഇനി ഖലമുൽ മുദരിസി, മുദരിസിൻ്റെ പേന. മുദരിസ് മുളാഫിനിലേക്കാണ്. മുളാഫിനിലേക്ക് നമ്മളെപ്പോഴും എന്ത് ചെയ്യുന്നു? യെസ്, ജറ് ചെയ്യുന്നു. അപ്പോൾ ഇത് ജംഉ മുദക്കർ സാലിമാകുമ്പോൾ എങ്ങനെ നോക്കാം? ഖലമുൽ മുദരിസീന എങ്ങനെയാ ജറ് ചെയ്തത്? യാ കൊണ്ടാണ്. ഇവിടെ നമുക്ക് കസ്റത്തൊന്നും അവസാനം കാണുന്നില്ല അല്ലേ? പക്ഷെ യാ കാണുന്നുണ്ടല്ലോ. യാ ആണ് ഇവിടെ ജറ് ചെയ്യാൻ ഉപയോഗിച്ചത്. ഖലമുൽ മുദരിസീന. കാലത്തിൽ മുദരിസത്തു, ടീച്ചർ പറഞ്ഞു. മുദരിസത്ത് ഫായിലാണല്ലോ, റഫാണല്ലേ? ഇനി ഇത് ജംഉ മുഅന്നസ് സാലിമാണെങ്കിൽ എങ്ങനെ പറയും? കാലത്തിൽ മുദരിസാത്തു എന്നാണ് നമ്മൾ പറയുക. കാലത്തിൽ മുദരിസാത്തു, സ്ത്രീകളായ ടീച്ചേഴ്സ് അല്ലെങ്കിൽ അധ്യാപകർ പറഞ്ഞു. ഇനി സഅല ദാരിസുൻ അൽ മുദരിസത, ഇവിടെ ജംഉ മുഅന്നസ് സാലിമാണെങ്കിലോ? യെസ്, സഅല ദാരിസുൻ അൽ മുദരിസാത്തി, കസ്റത്ത് കൊണ്ടാണ് ഇവിടെ എന്തുള്ളത്? അപ്പോൾ ജംഉ മുഅന്നസ് സാലിമാണെങ്കിൽ അവിടെ കസ്റത്ത് കൊണ്ടാണ് നസ്ബ്. ഖലമുൽ മുദരിസത്തി, അധ്യാപികയുടെ പേന. മുദരിസത്ത് മുളാഫിനിലേയാണ് അല്ലേ? ജംഉ മുഅന്നസ് സാലിമാണെങ്കിലോ ഖലമുൽ മുദരിസാത്തി എന്നാണ് പറയുക. അധ്യാപികമാരുടെ പേന. ഇവിടെയും കസ്റത്ത് കൊണ്ടാണെന്ത്? ജർ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.